നമസ്കാരം. തരളമായൊരു വസന്തം പോലെ കവിതകൾ നിറയുന്ന മാമ്പഴത്തിന്റെ ഈ നല്ല അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാമ്പഴത്തിന്റെ ഈ വേദിയിൽ ദൃശ്യം റൗണ്ടിൽ കവിത ചൊല്ലാനെത്തുന്നു സാൻഡ്ര. ദൃശ്യം റൗണ്ടിൽ ഏത് കവിതയാണ് ആലപിച്ചിരിക്കുന്നത്? സുഗതകുമാരി ടീച്ചറുടെ കടൽ കാനൻ പോയവർ എന്ന കവിതയാണ്. നന്നായി ചൊല്ലിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പല്ലേ ഇത്, ഗൗൺ നല്ല ഭംഗിയുണ്ട്. എന്തായാലും സുന്ദരി കുട്ടിയായിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷയോടെ ഈ ദൃശ്യാവിഷ്കാരത്തിനായി കാത്തിരിക്കാം. കടൽ കാണാൻ പോകാം നമുക്ക്, വന്നിന്റെ കരം പിടിക്കുന്നു, കിടാങ്ങൾ കൊഞ്ചുന്നു, കടൽ കണ്ടിട്ടില്ല വരികമ്മേ കാട്ടിത്തരൂ. ഞാൻ മിണ്ടാതെ നിനച്ചു നിൽക്കുന്നു, വരെയും മട്ടിൽ കടൽ കാണിക്കേണ്ടു, വരെയും മട്ടിൽ കടൽ കാണിക്കേണ്ടു, ഇവർ കണ്ണില്ലാത്ത കിടാങ്ങളല്ലയോ. ചിരികളിമേളം തകർപ്പും പാട്ടുമായി ഒരു ദിനം ഞങ്ങൾ കടൽ കരയെത്തി. അവർ കണ്ണില്ലാത്തോർ പതുക്കെ ചോദിപ്പു, മുഴങ്ങി കേൾപ്പതെന്ത് ഇവിടെല്ലാം അമ്മേ. അതു കടലിന്റെ മഹാനാദം, മിണ്ടാതവർ ചെവിയോർത്തു പകച്ചു നിൽക്കുന്നു. തിരക്കയ്യാൽ തൊട്ടു തലോടുമ്പോൾ ആർത്തു വിളിച്ചു, കൈകൊട്ടി ചിരിച്ചു തുള്ളുന്നു. രുചിച്ചു നോക്കുവിൻ പറവു ഞാൻ, കോരിക്കുടിക്കുന്നു തുപ്പിക്കളഞ്ഞുറക്കനെ. ചിരിച്ചും കൊണ്ടവർ വിളിച്ചു ചൊല്ലുന്നു, കടലേ മോശം, നിൻ പെരും വെള്ളം മോശം, കുടിനീരല്ലിതു വെറും ഉപ്പാണയേ. ഉടുപ്പെല്ലാം നനഞ്ഞിതാ, മുടി നനഞ്ഞുറക്കെയാഹ്ലാദം, തിരയടിക്കുമ്പോൾ ചിരിയിലൂടെയാണവർ ചോദിക്കുന്നു, പറയുക കടൽ നിറമെന്താണമ്മേ. വലുതാണോ കടൽ പറഞ്ഞു തന്നാലും തിരകൾക്കെന്താണു നിറം, പറയുക പറയുകമ്മേ എന്നവർ ശഠിക്കുന്നു. കവി ഞാൻ വാക്കില്ലാതുഴറി നിൽക്കുന്നു, പറയുവതെന്ത് പറയുവതെന്ത്, കടലാകാശം പോൽ വലുതെന്നോ, നിറമവയ്ക്കൊന്നാണെന്നോ. വലുതെന്നാലെന്ത്, മിഴികൾ കറ്റും പോയി തൊടുവതോളം, ആ നെടും ദിക്മണ്ഡല പെരുംവരയോളം, അനന്തമായി പരന്നിരുണ്ടു നീരിച്ചു തിളങ്ങിയോളങ്ങളിളക്കി, പൊങ്ങിയും അമർന്നും മിന്നിയും ചുളിഞ്ഞും മന്ത്രമായി മുഴങ്ങിയും പൊട്ടിച്ചിരിച്ചും മുന്നോട്ടു മുതിർന്നും വാങ്ങിയും മുതിർന്നും വാങ്ങിയും, തെരുതെരെ വെള്ള തിരുമലരുകൾ വെളുക്കനെ വാരി ചിതറി ആഹ്ലാദിച്ചിരമ്പിടും മഹാനടനമാണെന്നോ, കടലതാണെന്നോ. പറവതെങ്ങനെ
സാന്ദ്ര, നല്ല മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. സാന്ദ്ര എങ്ങനെ ചൊല്ലി എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ, ഒരു സംഗീത ആൽബം പോലെ കവിതയുടെ ഒരു ആൽബം നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു സാന്ദ്ര. താങ്ക് യു സർ. അഭിനയവും ആലാപനവും ചേർന്ന് ഇതൊരു സവിശേഷമായ കലാസൃഷ്ടിയാണ്. ഇപ്പോൾ മാമ്പഴത്തിലൂടെ കവിതയുടെ ആൽബങ്ങൾ പുറത്തു വരിക. ഇതിനു മുമ്പ് കേരളത്തിൽ അങ്ങനൊരു കലാരൂപം ഉണ്ടായിരുന്നില്ല. ഈ ദൃശ്യം റൗണ്ടിലൂടെ മാമ്പഴം ലോകത്തിന് കവിതയുടെ ആൽബങ്ങൾ കൂടി സമ്മാനിക്കുന്നു. ഇത് അസാധാരണമായൊരു കവിതയല്ലേ? കടൽ എങ്ങനെ കാണാം? കടലും ആനയുമാണ് കണ്ടാലും മതിയാവാത്ത രണ്ട് വസ്തുക്കൾ ലോകത്ത്, രണ്ട് അത്ഭുതങ്ങൾ, പ്രതിഭാസങ്ങൾ. കണ്ണ് കാണാത്ത കുട്ടികൾക്ക് കടൽ എങ്ങനെ കാണിച്ചു കൊടുക്കാം? കടൽ എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ടീച്ചർ എത്ര മനോഹരമായിട്ടാണത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ഈ അപാരതയെക്കുറിച്ച് എങ്ങനെ പറയും? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടൽ കാണാൻ പോയ ഒരു അനുഭവമുണ്ട്. സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയിട്ട് കടൽ കണ്ട് പേടിച്ച് ഓടിയ ഓട്ടം, തിര ഇരമ്പി കുതിച്ച് എന്നെ വിഴുങ്ങാൻ വരിക എന്ന് വിചാരിച്ച് ഞാൻ 1.5 കിലോമീറ്റർ ഓടിയിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. പക്ഷെ എൻ്റെ മകൻ കടൽ കണ്ടത് 20 ഇഞ്ച് സമചതുരത്തിലാണ്, ആദ്യം TV-യിലാണ്. അവന് റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കാവുന്ന കടലാണ്. അപ്പോൾ കാഴ്ചകൾ വ്യത്യാസമുണ്ട്. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കൽ ഏതാണ്ടൊരു മൂലക്കിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു, നാലപ്പാടൻ അല്ലേ? അപ്പോൾ കടൽ കാണുന്നത് എങ്ങനെയെന്ന അതിസങ്കീർണവും എന്നാൽ അതോടൊപ്പം തന്നെ ദാർശനികവുമായ ഒരു പ്രശ്നം കണ്ണു കാണാത്ത കുട്ടികളെ കടൽ കാണിക്കുന്നതിലൂടെ ടീച്ചർ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേടുവരുത്താത്ത വിധത്തിൽ ഭംഗിയായി തന്നെ സാന്ദ്ര അത് ചൊല്ലി. നന്ദി സർ. കുരിപ്പുഴ സർ. മഹാസമുദ്രം എല്ലാ കവികളെയും ആകർഷിക്കുന്ന ഒരു വിസ്മയമാണ്. ഒരുപാട് കവികൾ ധൃത്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമൻ ആത്മാവ് അന്തർലോചനം തുറക്കുന്നു, നീ അപാരതയുടെ ധീരഗംഭീരോദാരച്ഛായ നിന്നാശ്ലേഷത്താൽ എൻ മനം ജൃംഭിക്കുന്നു എന്നൊക്കെയാണ് കവികൾ പറഞ്ഞത്. മൺതരിയും കടലും തമ്മിലുള്ള ഒരു സംഭാഷണം മാധവൻ അയ്യപ്പത്ത് എന്നുള്ള കവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർത്തിരമ്പം കടലിനോട് ഒരു വാർത്ത ചോദിച്ചു മൺതരി, ആർക്കു വേണ്ടിയാണ് അർദ്ധരാത്രിയും ആർക്കലം കൈചുരുട്ടലും. അതിലൊരേ ഉള്ളൂ. എല്ലാ കവികളെയും ആകർഷിച്ച് കുഞ്ഞിരാമൻ നായർ കൊല്ലങ്കോട്, മഹാകവി പി കുഞ്ഞിരാമൻ നായർ കൊല്ലങ്കോട് താമസിക്കുന്ന സമയത്ത് ഗുരുവായൂർ പോകാനായിട്ട് കൂട്ടുകാരെല്ലാം കൂടെ ബസ്സിനകത്ത് കൊണ്ടു നിർത്തി വണ്ടിക്കൂലിയും കൊടുത്തു. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം കുഞ്ഞിരാമൻ നായർ തിരിച്ച് കൂട്ടുകാരിലേക്ക് വന്നു, ഞാൻ പോയില്ല, ഒരു സിനിമ കണ്ട് എന്നിട്ട് പറഞ്ഞു. 2ാമത് വണ്ടിക്കൂലിയും കൊടുത്ത് അവിടെ കൊണ്ടുനാക്കി. 2ാമതും 3 മണിക്കൂർ കഴിഞ്ഞ് മഹാകവി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ആ സിനിമ ഒന്നും കൂടെ കണ്ടു എന്ന് പറഞ്ഞു. 3ാമതും കൊണ്ട് നോക്കി, 3ാമതും തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഒരിക്കൽ പിന്നെയും കണ്ട ആ സിനിമ എന്ന് പറഞ്ഞാൽ പിറ്റെന്നാ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചു, ഏത് സിനിമയാണ് ഇത്രയ്ക്ക് മഹാകവിയെ ആകർഷിച്ചത്? അദ്ദേഹം പറഞ്ഞ ചെമ്മീൻ എന്ന സിനിമയാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂട്ടുകാരി ചോദിച്ചു, ഈ ചെമ്മീൻ സിനിമയിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? പരീക്കുട്ടിയാണോ, കറുത്തമ്മയാണോ, പളനിയാണോ, ചെമ്പൻകുഞ്ഞിനെയാണോ? അതിന് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞ ഉത്തരം, ഞാൻ ഇവരെ ആരെയും കണ്ടില്ല, ഞാൻ കടൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ കടൽ. ഓരോ കവിയും ഇതാ സുധമ ടീച്ചർ എന്ന് പറഞ്ഞ അന്നനട എന്ന് പറയുന്നൊരു വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹംസം നടക്കുന്നതാണ്, അന്നം നടക്കുന്നതാണ്. പരാ 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ഈ രീതിയിൽ എഴുത്തച്ഛൻ്റെ കാലം തൊട്ടേ ഈ വൃത്തം ഒരുപാട് കവികൾ അനായാസം ഉപയോഗിച്ച് ഒരുപാട് ആവിഷ്കാര സാധ്യത കൂടുതലുള്ള ഒരു വൃത്തമാണ്. ആ വൃത്തത്തിൽ പുതിയൊരു പ്രമേയം പറയുക, കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികൾ എങ്ങനെ കടൽ കാണും, വേദന, കണ്ണില്ലായ്മയുടെ വേദന, അതെല്ലാം നമുക്കിതിനകത്ത് നന്നായിട്ട് അനുഭവപ്പെടുന്ന നല്ല മനോഹരമായ ഒരു കവിതയാണ് സുഗതവരുടെ കവിത. അത് സുന്ദരമായിട്ട് തന്നെ കുട്ടിയും അവതരിപ്പിക്കുകയും ചെയ്തു, നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നന്ദി സർ. സാന്ദ്ര, നമുക്ക് മാർക്ക് എത്രയാണെന്ന് അറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്ക് 50-ൽ 47 മാർക്ക്. നന്ദി സർ. കുരിപ്പുഴ സർ. 47 മാർക്ക് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്ദി സർ. 100-ൽ 94 മാർക്ക് ലഭിച്ചു സാന്ദ്രയ്ക്ക് സുഗതകുമാരി ടീച്ചറുടെ ഈ നല്ല കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ. ഇനിയും ഈ ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ മികച്ചതായി കവിതകൾ ചൊല്ലാൻ ഈ വേദിയിൽ സാധിക്കട്ടെ സാന്ദ്രയ്ക്ക് എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.